മീറ്റ് ആയില്ലല്ലോ. വീണ്ടും നിങ്ങളോ? കുട്ടികളുടെ പരിപാടിയിലേക്ക് താങ്കൾക്ക് ക്ഷണം കിട്ടിയിരുന്നു അല്ലേ? കിട്ടിയാറല്ലോ. പോകുന്നുണ്ടോ അവിടെ? 2 മണിക്കാണ് പരിപാടി. ഇല്ല ഇല്ല, എന്നോടിപ്പോ അവിടുന്ന് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു ഇതേപോലെ വരണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതെ, ഈ സാധനത്തിന് എന്താ ചെയ്യാൻ? എന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് വിളിക്കണോ, എന്താണ് യോഗ്യത, അതും ശരിയാ, നിയമം ലംഘിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ പ്രഷർ ചെയ്ത് അതുപോലെ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് പറയാനുള്ള ഇതാണ്, നമുക്കൊരു തെറ്റ് പറ്റി, എനിക്ക് തെറ്റ് പറ്റി. എനിക്കതല്ല, തലക്കോളം കയറിക്കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അറിവില്ലായ്മ ഉണ്ടായിരുന്നു. അത് എനിക്ക് അവരെന്നെ IDTR ക്ലാസ്സിനും അതേപോലെ തന്നെ ഓരോ പണിഷ്മെന്റ് ഭാഗമായിട്ടുള്ള കുറച്ച് ക്ലാസ്സും സാമൂഹ്യ സേവനമൊക്കെ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി. ഇപ്പൊ തന്നെ ഞാൻ ഓൾറെഡി മൊത്തത്തിൽ ഒരു അടവിടെല്ലാം 3G ആയ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നുകൊണ്ട് പോയിരിക്കൊണ്ടിരിക്കുക. മനം മാറിയിട്ടുണ്ടോ? ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. മനം മാറി എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് IDTR ക്ലാസ്സിന് പോയപ്പോ തന്നെ നമുക്ക് ഇങ്ങനെ റൂളുണ്ട്, ഇങ്ങനെ റോഡിൽ നമ്മള് പെരുമാറേണ്ട രീതി, അതുപോലെ സാമൂഹികമായിട്ട് എങ്ങനെ പെരുമാറണം, ഇതിലുള്ള ഒരു മാറ്റമൊക്കെ എനിക്ക് അവിടെ വന്നപ്പോ ഉണ്ടായി. നമുക്കൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ ഇപ്പൊ ഞാൻ സ്കൂളിൽ പോയിട്ടാണെങ്കിലും നല്ലൊരു മെസ്സേജ് കൊടുക്കാന്ന് ഞാൻ ഓർത്തു. എനിക്കറിയില്ല, എനിക്കൊരു തെറ്റ് പറ്റി. ആര് തെറ്റ് ആർക്കും ഇനി പറ്റരുത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. കുറ്റവാളികളിൽ പോലും മനം മാറി വന്ന സമൂഹത്തില് നല്ല സേവനം ചെയ്യുന്നു. അപ്പോൾ വിശ്വസിക്കാമോ സഞ്ജുവിനെ? എന്ത് പറ്റിയടാ? കാരണം സഞ്ജുവിനെ വിശ്വാസം തോന്നാത്തതിന്റെ ചെറിയൊരു കാരണം എന്ന് പറയുന്നത്, അന്ന് പോലീസ് സ്റ്റേഷനിൽ സഞ്ജു ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. അതിനുശേഷം ഇറങ്ങി മാധ്യമപ്രവർത്തകരെ തെറി വിളിച്ചുകൊണ്ട് ഞാനിതൊരു അലങ്കാരമാക്കി, ഒരു അപമാനമേറ്റിട്ടുണ്ടെങ്കിൽ ഞാനിതൊരു അലങ്കാരമാക്കും എന്ന് പറഞ്ഞ് വീഡിയോയുമായി പോയ ഒരാളാണ്. അപ്പോൾ വിശ്വസിക്കാമോ സഞ്ജുവിനെ? ഇതെങ്കിലും ഞാനൊന്ന് വിശ്വസിച്ചോട്ടെ, അതോ ഇത് വിശ്വസിക്കാം. മാധ്യമപ്രവർത്തകരെ ആണെങ്കിലും ഞാൻ തെറി വിളിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ എന്റെ പ്രേക്ഷകരിലോട്ട് ചെയ്തായിരുന്നു. പക്ഷെ അതും തെറ്റായിരുന്നെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. എനിക്കിപ്പോ ഒരു ടൈം ട്രാവൽ കിട്ടിയിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ തിരിച്ചുപോയി ഇതൊന്നും ചെയ്യത്തില്ലായിരുന്നു. ബോധ്യം വന്നു. സത്യമായിട്ടും എനിക്കിപ്പോ ഇപ്പൊ ആകെയുള്ള ഒരു കുഴപ്പമെന്ന് പറയാം, എനിക്ക് സമൂഹം പോലും എന്നെ അക്സെപ്റ്റ് ചെയ്യണേ. പോയി ചത്തുടടാ. എനിക്ക് തെറ്റാണ്, എന്റെ തിരുത്തലിന് എനിക്കൊരു തരണമല്ലോ. ഇത് ആരും എനിക്ക് ആ ഒരു ഓപ്ഷൻ പോലും തരുന്നില്ല. ഇപ്പൊ ഒരു പരിപാടിക്ക് പോലും എന്നെ വിളിക്കുന്നില്ല. ഇതെന്റെ കരിയറിലാണെങ്കിലും എന്നെ മാനസികമായിട്ടാണെങ്കിലും എന്നെ അത് ബാധിക്കുന്നുണ്ടത്. സഞ്ജുവിന്റെ വാക്ക് വിശ്വസിക്കാം. സഞ്ജുവിനെ നല്ലൊരു മനുഷ്യനായി. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ് ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്? അപ്പോൾ അതിനെ അങ്ങ് വിശ്വസിക്കാമല്ലോ. എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാകത്തില്ല. ഇനിയാണിപ്പോ വീഡിയോയിലാണെ പോലും ഞാൻ നിയമമൊക്കെ ലംഘിക്കാണ്ട് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്ത് മാതൃകയായിട്ടും ആൾക്കാർക്ക് നല്ലൊരു ഗുണമുള്ള രീതിക്ക് ഞാൻ ചെയ്തോളൂ. അതെന്റെ ഒരു പ്രോമിസാണ്. ശരി. അല്ലറ ചില്ലറ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ തന്നെപ്പോലുള്ള അലവലാദികൾ വന്ന് നാറ്റിക്കും. അപ്പൊ കാണാം. സീ യു, ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? അതെ. ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും. മോനെ നീ വന്നേ. ഹാപ്പി അല്ലേ? ഗുഡ്. ഓക്കെ, ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്തിട്ടാ.